വെൽക്കം ബാക്ക് എന്നൊന്നും ഞാൻ പറയണില്ലടാ. വാടാ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കടാ. എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ? ഭയങ്കര സുഖത്തിലിരിക്കും അല്ലേ? ക്രിസ്മസ് എക്സാമിന്റെ പേപ്പർ കിട്ടിയിരിക്കണ്, മാർക്ക് കുറഞ്ഞിരിക്കണ്, അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പബ്ലിക് എക്സാം വരുന്നുണ്ട്, മോഡൽ എക്സാം വരുന്നുണ്ട്, ആൻഡ് ഒരുപാട് സിലബസ് ഉണ്ട് കവർ ചെയ്യാൻ. പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ട്, മടിയുണ്ട്, ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്, ഫോണിൽ കളിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോവുക. കാരണം നിങ്ങളെ പ്രശ്നം ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. കാരണം ഞാനും നിങ്ങളിപ്പോൾ +1 +2 ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ആൻഡ് ഇപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രശ്നം ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. ഞാൻ ഇത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ലൈഫിൽ നിങ്ങൾ +1 +2 ജേണിയിൽ എവിടെ സ്റ്റെക്കായി നിൽക്കുന്നതെന്ന് വെച്ചോ, നിങ്ങൾ എന്ത് പ്രശ്നം നേരിടുന്നതെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ആണ്. നിങ്ങളിപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ +1 ജേണിയിലൊക്കെ ആഗ്രഹിച്ചിട്ട് പോയിട്ടുണ്ട്. ഒരു സീനിയർ അല്ലെങ്കിൽ ഒരാൾ എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജേണി കുറച്ചുകൂടി എളുപ്പമായനെ, എൻ്റെ ജേണി കുറച്ചുകൂടി സ്മൂത്ത് ആയനെന്നൊക്കെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളില്ലാത്ത പക്ഷെ നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഒരു മെൻറ്ററായി അല്ലെങ്കിൽ ഒരു ടീച്ചറായി അങ്ങനെ ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട, ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു ജഡ്ജ്മെൻറ്റിലും ഇല്ലാതെ എന്നെ കൊണ്ട് ആവുന്ന സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്ന് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതാട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങളെ ഒന്നാക്കാനോ പോകുന്നില്ല. സോ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരും. സോ എന്താക്കുക, നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോയി കൂടെ. ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയണില്ല. സോ നിങ്ങൾക്കൊരു ഫ്രണ്ടായിട്ട് എന്നെ കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ ഏത് സ്ട്രെസ്സിലാന്ന് എനിക്ക് മനസ്സിലാവൂടാ. നിങ്ങൾ ഏത് സ്ട്രെസ്സ് കൂടിയാൽ പോണേന്ന് എനിക്ക് മനസ്സിലാവും, നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയണേ, ഇതൊക്കെ ഈ സ്ട്രെസ്സൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ നല്ലൊരു ഡ്രീം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതുണ്ടാവുക. അത് നോർമലാടാ, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയിക്കൊടുറാ. ലെറ്റ്സ് ഗോ. പാർട്ട് 3 ആദ്യ ടോപ്പിക് ആണെന്താ? കലോറിമെട്രി. ഈ കലോറിമെട്രി എന്താ? എൻ്റെ റബ്ബേ, ആദ്യമായിട്ടാണല്ലോ ഈ പേര് കേൾക്കണത്. ഇതെന്താണെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ സിമ്പിളാടാ, ഒന്നുമില്ല. സ്റ്റഡി ഓഫ് മെഷർമെന്റ് ഓഫ് ഹീറ്റിനെ പറയുന്ന പേരാണ് എന്താടാ? കലോറിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിനും ഒരു സറൗണ്ടിങ്സിനും ഒക്കെ നമ്മൾ ഹീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യണില്ലേ? സോ അങ്ങനെ എത്ര അളവ് കൊടുക്കണം, ഇതിൻ്റെ എത്ര അളവിൽ എടുക്കണം എന്ന് പറഞ്ഞ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നില്ലേ? അങ്ങനത്തെ കാൽക്കുലേഷൻസ് വരുന്ന ശാഖേനെ പറയുന്ന പേരാണ് എന്താ? കലോറിമെട്രി. ഇത് യൂഷ്വലി ഞാൻ അങ്ങനെ എക്സാംസിനൊന്നും മറ്റേ തിയറി ആയിട്ട് ചോദിച്ചു കണ്ടില്ല. ഇനിയിപ്പോൾ തിയറി ആയിട്ട് ചോദിച്ചാൽ തന്നെ എന്താ, സിമ്പിൾ അല്ലേ? കലോറിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഹീറ്റ് എന്തായിരുന്നു വൃത്തിക്ക് പഠിച്ചു. എന്തായിരുന്നു ഹീറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. നമുക്കറിയാം. പിന്നെ എന്തായിരുന്നു എൻ്റെ രണ്ടാമത്തെ പോയിന്റ്? ഇറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം സിസ്റ്റം ടു, എന്ന് വെച്ചാൽ സിസ്റ്റം ഓൺ ബോഡി ടു അനദർ ബോഡി, സിസ്റ്റം ടു സറൗണ്ടിങ്സ്. ഡ്യൂ ടു എന്തുകൊണ്ടായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്? എന്തുകൊണ്ട്? വെരി ഗുഡ്. ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് എന്താവണത്? അത് സിസ്റ്റം ടു സറൗണ്ടിങ്സിലേക്ക് മാറുന്നത്. അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് കൊണ്ടിട്ട് ഒന്നുമില്ല. ഈ ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പലാണ് എന്താടാ? ലെറ്റർ Q. ബട്ട് ഞാനിപ്പോൾ +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ഈ ഹീറ്റിനെ എന്തുകൊണ്ട് Q എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ H വെച്ചല്ലേ റെപ്രസെന്റ് ചെയ്യുക, സാധാരണ ആദ്യം ലെറ്റർ വെച്ചല്ലേ റെപ്രസെന്റ് ചെയ്യുക. അതിനുള്ള ഉത്തരമാണ് എന്താടാ? ഒന്നുമില്ല. ഒരു ഫ്രഞ്ച് വേർഡ് ഉണ്ട്. എന്തായിരുന്നു? ചലോർ. ഇത് സ്പെല്ലിംഗ് ഒന്നും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കോണ്ടാക്ട് ഡി ചലോർ എന്നുള്ള ഒരു ഫ്രഞ്ച് വേർഡ് ഉണ്ട്. ആ ഫ്രഞ്ച് വേർഡിൽ നിന്ന് ഇതിന്റെ മീനിങ് ആണ് എന്താ? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്നാണ് ഈ ഫ്രഞ്ച് വേർഡിന്റെ മീനിങ്. സോ ഈ മീനിങ്ങിൽ നിന്നാണ് എന്തുണ്ടാകുന്നതാ? ഈ ക്വാണ്ടിറ്റിന്റെ ക്യൂവിൽ നിന്നാണ് ഈ ക്യൂ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ എന്തിനാ സാറേ ഇവിടെ പറഞ്ഞത്? ചുമ്മാ കിടക്കട്ടെ, ഒരു ജനറൽ നോളജ് അല്ലേ, വെറുതെ കിടക്കട്ടെ. സോ അതിൽ നിന്നാണ് എന്താവുന്നത്? ഈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുന്നത്? ലെറ്റർ ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കലോറിമെട്രിയിൽ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? ഈ പാട്ട് പഠിക്കാൻ പോകുന്നത്, ഇതിൽ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടേംസ് പഠിക്കും, അതിൽ നിന്ന് കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്, അത് ചെയ്യും. ആൻഡ് ഇതിൽ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്. അതോടുകൂടി നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടാവും. സോ നമുക്ക് എന്താക്കാം, അതിലേക്ക് പോയി കൂടെ. കലോറിമെട്രിയിലെ ഫസ്റ്റ് ടേം എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിന്റെ റബ്ബേ ഒന്നുമില്ല. ഇതെന്താണ്? ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ്
കുഞ്ഞൂച്ചി എസ് അഥവാ സ്മോൾ ലെറ്റർ എസ്. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പേടിക്കട. നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ എടുത്ത പോലെ ഒരു കപ്പ് ഉണ്ട്. ഓ എന്താ കപ്പ്? ഈ കപ്പിൽ 80 ഡിഗ്രി സെൽഷ്യസ് തിളക്കണ എന്തുണ്ട്? ചായ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യാം. അവിടെ വെച്ചോ, അവിടെ വെച്ച് അത് ടേബിൾ മേലെ അവിടെ വെച്ചോ, ടേബിൾ മേലെ അവിടെ വെച്ചോ. അവിടെ വേറൊരു പാത്രത്തിൽ ഞാൻ എന്താക്കി? ഇതെന്താണെന്ന് നിങ്ങൾ പറയും. ഇതെന്താണ് സാധനം? ഇതാണ് എന്ത്? ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബ്സിന്റെ ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. അവിടെ വെച്ചോ, അവിടെ വെച്ചോ. നമ്മുടെ റൂം ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം നമ്മുടെ സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ എന്താ? 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചോ. ഞാൻ ഇതിവിടെ വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ചായ 80 ഡിഗ്രി എന്നുള്ളത് കുറഞ്ഞ് ചായ തണുത്ത് നമ്മൾ പറയൂലേ, കുറഞ്ഞു പോയിണ്ടാവില്ലേ? ടെമ്പറേച്ചർ കുറയണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണമായിരുന്നു? ഹീറ്റ് പോകണമായിരുന്നു. നമ്മൾ അതാ പറയാ, ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഇതിലേക്ക് വരരുത് കേട്ടോ. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ബേസിക്സാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിലേക്കുള്ള ബേസിക്സാ. സോ ഈ ബേസ് മനസ്സിലാവാണ്ട് നമുക്ക് തെർമോഡൈനാമിക്സും കിട്ടത്തില്ല, ആ ഫസ്റ്റ് പാർട്ട് മനസ്സിലാവാണ്ട് ഇതും കിട്ടത്തില്ല. സോ ഇതിൽ നിന്ന് എന്തായിട്ടുണ്ട്? ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതിനർത്ഥം ഹീറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഹീറ്റ് പുറത്തേക്ക് പോകില്ല. ടെമ്പറേച്ചർ കുറയണമെങ്കിൽ ഡെൽറ്റ ക്യൂ എന്താ പുറത്തേക്ക് പോകില്ല. കാരണം എന്താ? ഹീറ്റ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേഷൻസ് കുറയണമെങ്കിൽ അതിനുള്ള വൈബ്രേഷൻസിൽ നിന്നും എനർജി പോയി കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേഷൻസ് കുറയും. ഉള്ള വൈബ്രേഷൻസിൽ നിന്നും എനർജി പോയി കഴിഞ്ഞാൽ വൈബ്രേഷൻസ് കുറയും. അങ്ങനെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. സോ എനർജി പോയത് എവിടത്തേക്കാ? സറൗണ്ടിങ്സിലേക്ക് എനർജി പോയി. ആ എനർജി എന്താ? ഹീറ്റ് എനർജിയാണ്. അത് നമ്മൾ ഡെൽറ്റ ക്യൂ, ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി എന്ന് എടുത്തു. അതേ സ്ഥലത്ത് ഇവിടെ എന്താ സംഭവിക്കുക? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ എന്താ? കൂടുകയല്ലേ ചെയ്യുക. കാരണം എന്താ? ഇവിടെ കുറയാ ചെയ്ത, ഇവിടെ എന്താ കൂടിയത്? കാരണം അതെന്ന് വെച്ചാൽ ഐശ്വര്യക്ക് ഒരു വെള്ളം പോലെ ആയിണ്ടാവും. ടെമ്പറേച്ചർ കൂടി. അതിന്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ കൂടണമെങ്കിൽ അതിന്റെ എന്ത് കിട്ടണം? അതിന് ഇങ്ങനെയുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ വൈബ്രേഷൻസ്, മോളിക്യൂൾസിന്റെ ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേഷൻസ് കൂടി. ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വൈബ്രേഷൻസ് കൂടി. ഹീറ്റ് കിട്ടിയ ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് കൂടി. സോ വൈബ്രേഷൻസ് കൂടണമെങ്കിൽ ഹീറ്റ് കിട്ടണം. സോ ഇതെന്താവണ്? പുറമേ നിന്ന് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ടെമ്പറേച്ചർ ഇതിന് കിട്ടിയത് കൊണ്ട് ഇതിന്റെ ടെമ്പറേച്ചർ കൂടി എന്ന് സംഭവിച്ചാൽ ചായയിൽ നിന്നും ടെമ്പറേച്ചർ പോവുകയും ചെയ്തിട്ടുണ്ട്, ഹീറ്റ് കിട്ടുകയും ചെയ്തിട്ട്. ഇതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ പറയുന്നത്. ആ ശാഖയാണ് എന്ത്? കലോറിമെട്രി. ആൻഡ് ഇതിനെ ഞാൻ ലീനിയർ എക്സ്പാൻഷൻ എല്ലാം വെച്ച് ലീനിയർ എക്സ്പാൻഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഡെൽറ്റ ക്യൂ എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ് നമ്മൾ നോക്കണം. ഈ ഡെൽറ്റ ക്യൂ എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു 0 ഡിഗ്രിയിൽ നിന്നും 20 ഡിഗ്രി ആവണേ. ഒരു വസ്തു 0 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി ആണ്. ഇവിടുത്തെ ഡെൽറ്റ ടി എത്രയാ? ഇവിടുത്തെ ഡെൽറ്റ ടി 30 ആണ്. ഇവിടുത്തെ ഡെൽറ്റ ടി എത്രയാ? 20 ആണ്. ഏതിലായിരിക്കും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുക? ഇതിലല്ലേ? 30 ഡിഗ്രി ആവണമെങ്കിലല്ലേ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുക. സോ അവിടെ എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ? ഡെൽറ്റ ക്യൂ ചേഞ്ച് ഇൻ ഹീറ്റിന് പ്രൊപ്പോർഷണൽ. കാരണം പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ കൂടുന്തോറും അതിനെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവും കൂടി. അവിടെ വെക്കുക. ഇവിടെ രണ്ടാമത്താണ് എന്താ? നമ്മളെ കയ്യിൽ വലിയ മാസുള്ള വസ്തു ഉണ്ടെന്ന് വെച്ചാൽ, ചെറിയ മാസുള്ള വസ്തു ഉണ്ടെന്ന് വെച്ചാൽ, ഇതിന്റെ ഒക്കെ 1 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടണം. ഏതിനായിരിക്കും കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടത്? ഈ വലിയ മാസുള്ള വസ്തുവിനായിരിക്കും ഹീറ്റ് കൊടുക്കേണ്ടത്. സോ വലിയ മാസ് ആണെങ്കിൽ ഹീറ്റ് കൂടുതൽ കൊടുക്കണം. സോ ഡെൽറ്റ ക്യൂ ഓൾസോ പ്രൊപ്പോർഷണൽ ടു എന്താടാ? മാസാണ്. സോ ലീനിയർ എക്സ്പാൻഷനിൽ ചെയ്ത പോലെ നമുക്ക് ഇത് ചെയ്തുകൂടെ? ഈ ഡെൽറ്റ ക്യൂ മാസിനും പ്രൊപ്പോർഷണലാണ്, ഡെൽറ്റ ടിക്കും പ്രൊപ്പോർഷണലാണ്. ഈ പ്രൊപ്പോർഷണലിൽ മാറ്റണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എന്താടാ? ആ കോൺസ്റ്റന്റ് ആണ് ഈ സ്മോൾ ലെറ്റർ എസ് ആൻഡ് ഡെൽറ്റ ടി. ഈ സ്മോൾ ലെറ്റർ എസ് ആണ് എന്താടാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താടാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ ആണ്. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെ ടേമിലേക്ക് നമുക്ക് ഇക്വേഷൻ മാറ്റിക്കൂടെ? സോ ഇക്വേഷൻ മാറ്റുമ്പോൾ സ്മോൾ ലെറ്റർ എസ് ഈസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. സെയിം ആസ് എന്താടാ? ലീനിയർ എക്സ്പാൻഷൻ പഠിച്ചതുപോലെ നമ്മൾ ഇതും പഠിച്ചില്ലേ? പക്ക അല്ലേ? ഇനി ഇതിന്റെ ഫിസിക്കൽ മീനിങ് എന്താ നോക്കാം. ഞാൻ ഒന്നും പറയണില്ല. നമ്മളെ കയ്യിൽ 1 കിലോഗ്രാം വസ്തുള്ള 1 കിലോഗ്രാമുള്ള എന്തുണ്ട്? വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്ന് വെച്ചോ. അതിൻ്റെ 1 കിലോഗ്രാമാണ്. അതിൻ്റെ എന്ത് കൂട്ടി? നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എന്താക്കി? അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ? ഇക്വേഷൻ നോക്കിക്കോ. എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ നമുക്കറിയില്ല, അതവിടെ കൊടുത്തു. മാസ് എത്രയാ നമുക്കറിയാലോ? 1 കിലോഗ്രാം. 1 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ? 1 ഡിഗ്രി സെൽഷ്യസ് ആ കൂട്ടിയേ. സോ 1 എന്ന് എഴുതി. സോ എസ് ഈസ് ഈക്വൽ ടു എന്താവും?
ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ 1 ആവും. എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് ആണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ അതിന്റെ തിയറി നമുക്ക് എഴുതി കൂടെ? ഒന്നുമില്ല, സിമ്പിൾ അല്ലേ? എന്താ വരിക? അത് ഒന്നുമില്ലടാ, ഒന്നുമില്ല. ദ ഹീറ്റ് റിക്വയർഡ് ഹീറ്റ് വേണം ടു റേസ്, എന്തിന്? ഉയർത്താൻ. ദ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസസ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്താക്കുക, നല്ല വൃത്തിക്ക് എഴുതിട്ടോ. സബ്സ്റ്റൻസസ് ബൈ യൂണിറ്റ് ടെമ്പറേച്ചർ. ഈ യൂണിറ്റ് മാസ് എന്ന് യൂണിറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഈ 1 kg എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് മാസ് ആണ്. ഈ 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിറ്റ് ടെമ്പറേച്ചർ ആണ്. സോ 1 kg എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസുള്ള വസ്തുവിന് യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ, യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ റിക്വയർഡ് ആയ എന്തിന്? ചേഞ്ചിൻ എന്ന് വെച്ചാൽ റിക്വയർഡ് ആയ ഹീറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിന്റെ തിയറി പഠിച്ചില്ലേ? കൺസെപ്റ്റ് പഠിച്ചില്ലേ? എന്താന്ന് മനസ്സിലായില്ലേ? ഓർത്ത് വെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്ത് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇത് എളുപ്പമായി. പക്കാ അല്ലേ? നമ്മൾ അടുത്ത ടൈമിലേക്ക് പോയി കൂടെ? ലെറ്റ്സ് ഗോ. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്രയേറെ പഠിച്ചെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോ എന്ന് നോക്കണ്ടേ? നിങ്ങൾ എന്താക്കുക? ബോർഡ് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നു അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാ? 900 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. എന്താണ്? 900 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഇറ്റ് മീൻസ്? നിങ്ങൾ എന്താക്കുക? ചിന്തിക്കുക. ഞാൻ റെഡി 1 2 3 പറയുമ്പോൾ പോസ് ചെയ്യണം, നിർബന്ധമായിട്ടും പോസ് ചെയ്യണം. എന്നിട്ടൊന്ന് ആലോചിച്ചോണം. നിങ്ങൾ റീതിങ്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ തലയിൽ കിടക്കൂ. സോ 1 2 3 പോസ്. എന്താക്കുക? നിങ്ങൾ പോസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങളിപ്പം വരുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ റീതിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് പോയി കൂടെ? ഒന്നുമില്ല. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് തന്നിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരുന്നു? 1 യൂണിറ്റ് മാസുള്ള വസ്തുവിന്റെ 1 യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ അവിടെ എത്ര ഹീറ്റ് കൊടുക്കുന്നതെന്നല്ലേ? സോ അതല്ല ഇവിടെ തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിറ്റ് മാസ് എത്രയാ? യൂണിറ്റ് നോക്കുക, തന്നത് കിലോഗ്രാമില്ല. സോ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം അലൂമിനിയത്തിന്റെ എന്താ തന്നത്? കെൽവിനിലാ തന്നത്. സോ യൂണിറ്റ് ടെമ്പറേച്ചർ എത്രയാ? 1 കെൽവിൻ കൂട്ടാൻ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം? 900 ജൂൾ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ജൂള് കൊടുക്കണം എന്ന് മാത്രമേ ഇത് മീൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4 ജൂൾ പെർ എന്താ ഗ്രാം ഡിഗ്രി ആണെന്ന് വെച്ചോ, ഇങ്ങനെയാന്ന് വെച്ചോ, ഗ്രാം പെർ ഡിഗ്രി ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങളൊന്ന് സെൽഫായിട്ട് ചോദിച്ചു നോക്കിയേ. കിട്ടിയില്ലേ? ഒന്നുമില്ല. 1 ഗ്രാം വാട്ടറിന്റെ എന്ത് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ എത്ര ജൂള് എന്ത് വേണം? ഹീറ്റ് വേണം. എത്ര? ഡെൽറ്റ ക്യൂ എത്രയാ? 4.2 ജൂൾ എന്ത് വേണം? ഹീറ്റ് വേണം. ഇത്ര മാത്രമേ എന്തുള്ളൂടാ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മീൻ ചെയ്യുന്നുള്ളൂ. ഇത് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഉപകാരപ്പെടും. ഇത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അടുത്താണ് എന്താ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ഒന്നുമില്ല, ഇതിന്റെ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. സോ നമുക്ക് എന്താക്കാം? അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചൂടെ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കുക തെർമോഡൈനാമിക്സിലാണ്. സോ ഇതാണ് ബേസിക്സ്. ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ഇൻ ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ ചേഞ്ച് ഇൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? MS ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസിന്റെ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റിൽ നമ്മൾ ഈ അമൗണ്ട് ഓഫ് മാറ്ററിന് എങ്ങനെയായിരുന്നു എടുക്കല്? മാസിന്റെ ടേമിലായിരുന്നു എടുക്കല്? അല്ല, നമ്മൾ നമ്പർ ഓഫ് മോൾസിലല്ലേ പറയല്? 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ 3 മോൾസ് ഓഫ് ഓക്സിജൻ, നമ്മൾ അങ്ങനല്ല എടുക്കല്. സോ ഇവിടെ മാസിന്റെ ടേമിലല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് എന്തിനാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്? ഇൻ ഗ്യാസ് അത് എന്തിനാണ് പ്രൊപ്പോർഷണൽ ആകുന്നത്? ഗ്യാസ് സ്റ്റേറ്റിൽ ഡെൽറ്റ ക്യൂ പ്രൊപ്പോർഷണൽ ടു എന്താടാ? നമ്പർ ഓഫ് മോൾസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആൻഡ് അതിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? N ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. എന്ത്? ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അഥവാ സി. പക്കല്ലേ? മറ്റേ പഠിച്ച പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ സിന്റെ വാല്യൂ എന്താ വരിക? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ N ഡെൽറ്റ ടി. ഇത് പക്കല്ലേ? സിമ്പിൾ അല്ലേ?
മനസ്സിലായില്ലേ? അടുത്തെന്താ? ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ചേഞ്ച് ഇൻ ഹീറ്റ് ഇല്ലേ, അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാസ് ഇൻറ്റു ഡെൽറ്റ ടി ആന്ന് പറഞ്ഞു. സോ ചേഞ്ച് ഇൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു എം എസ് ഇൻറ്റു ഡെൽറ്റ ടി ആന്ന് പറഞ്ഞു. ഈ എം എസ് ഇല്ലേ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി അഥവാ ക്യാപിറ്റൽ എസ്. ഹീറ്റ് കപ്പാസിറ്റി അഥവാ ക്യാപിറ്റൽ എസ്. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എസ് ഡെൽറ്റ ടി. ഈ എസ് ആണ് എന്ത്? ഹീറ്റ് കപ്പാസിറ്റി. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽസിലേക്ക് പോയിക്കൂടറാ. ലെറ്റ്സ് ഗോ. എടാ, നമ്മൾ ഈ ചാപ്റ്ററിൽ തിയറി ചോദിച്ചാലും എഴുതും, ന്യൂമറിക്കൽസ് ചോദിച്ചാലും എഴുതും, ഇനി കൺസെപ്റ്റൽ ബേസ് എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാലും നമ്മൾ എഴുതും. കാരണം എന്താ? നമ്മളെ കൺസെപ്റ്റ് ക്ലിയർ ആയി, തിയറി ക്ലിയർ ആയി. ഇനിയിപ്പോ ന്യൂമറിക്കൽ സ്കില്ലും കൂടി ഇംപ്രൂവ് ചെയ്തോടാ. ലെറ്റ്സ് ഗോ. നമ്മൾ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Find the amount of heat required to heat a 2 gram of water from 20 degrees Celsius to 50 degrees Celsius. ഏറ്റവും ബേസിക് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. സോ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. സോ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 2 ഗ്രാം വാട്ടറിനെ 50 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം? അതാണല്ലോ ഞാൻ പറഞ്ഞത് കലോറിമെട്രി, ഇതിന്റെ കാൽക്കുലേഷനൊക്കെ പറ്റി. ലെറ്റ്സ് ഗോ. എന്താ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എം എസ് ഇൻറ്റു ഡെൽറ്റ ടി. നമുക്കിതിൽ ഒക്കെ തന്നിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? തന്ന സാധനങ്ങൾ എഴുതണം. നമുക്ക് മാസ് തന്നിട്ടുണ്ട്, എന്താ? 2 ഗ്രാം. ഈ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ശ്രദ്ധിച്ചോ. എസ് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? 4.2 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, എന്താ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ. ടി ഫൈനൽ എത്രയാ? അത് 50. ടി ഇനീഷ്യൽ എത്രയാ? 20. സോ ഡെൽറ്റ ടി എത്രയാ? 30 ഡിഗ്രി സെൽഷ്യസ്. ഇതുവരെ പക്ക അല്ലേ? ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് കൊടുത്തൂടെ? സോ നമുക്ക് ചേഞ്ച് ഇൻ ഹീറ്റ് ആണ് കാണുന്നത്, എത്ര ഹീറ്റാ റിക്വയർഡ് ചെയ്തതെന്ന് കാണേണ്ടത്. സോ എം എത്രയാ? 2 ഗ്രാം ഇൻറ്റു എസ് എത്രയാ? 4.2 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു എന്താണ്? ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എത്രയാ? 30 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ പറഞ്ഞു മുകളിലും താഴെയും സെയിം വന്നു കഴിഞ്ഞാൽ വെട്ട. ഡിഗ്രി സെൽഷ്യസും പോയി. മുകളിലും താഴെയും സെയിം വന്നാൽ വെട്ട. ഗ്രാമും പോയി. സോ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 4.2 ജൂൾ ഇൻറ്റു 30 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 252 എന്ന് കിട്ടും. 2 ഇൻറ്റു 4.2 ഇൻറ്റു 30 252 എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള എന്താ? ജൂൾ. സോ 252 ജൂൾ. പക്ക അല്ലേ? മനസ്സിലായില്ലേ? ലെറ്റ്സ് ഗോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടാ. കൺസിഡർ എ അലൂമിനിയം റോഡ് ഓഫ് മാസ് 3 kg. Find heat supplied to the rod and its temperature rises from 20 degrees Celsius to 80 degrees Celsius. പോസ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ? സ്വന്തമായിട്ടുള്ള ന്യൂമറിക്കൽ സ്കില്ല് കൂടും. കാരണം നിങ്ങൾ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ഉത്തരം സെയിമാ കിട്ടിയെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പോസ് ചെയ്തിട്ട്, എന്നിട്ട് വന്നോ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് എന്താക്കാം? പോസ് ചെയ്ത് ചെയ്യുക. നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്താ നമുക്ക് തന്നത്? എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്, എന്താ? 3 കിലോഗ്രാം. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, എന്താ? 85 മൈനസ് 20 ഈസ് ഈക്വൽ ടു 65. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ആൻഡ് മൂന്നാമത്തെ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 900 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എം എസ് ഡെൽറ്റ ടി. സോ എല്ലാം തന്നിട്ടില്ലേ? എം എത്രയാ? 3 കിലോഗ്രാം. ആൻഡ് എസ് എത്രയാ? എസ് എത്രയാടാ? 900 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് നമുക്ക് ഡെൽറ്റ ടി എന്താണെന്നറിയാം? 65 ഡിഗ്രി സെൽഷ്യസ് ആണെന്നറിയാം. സോ മുകളിലും താഴെയും സെയിം സാധനം കണ്ടാൽ വെട്ടിക്കൂടെ? ഡിഗ്രി സെൽഷ്യസും പോയി, കിലോഗ്രാമും പോയി. സോ ആൻസർ എന്ത് വരും? 3 ഇൻറ്റു 900 × 65. ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡാഷ് ജൂൾ എന്ന് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. ആ ആൻസർ ആണ് എന്ത്? ഇതാണ് 3 ഇൻറ്റു 900 × 65. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൺസെപ്റ്റൽ ബേസ് ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്താ ക്വസ്റ്റ്യൻ? വൈ വാട്ടർ ഈസ് വൈഡ്ലി യൂസ് ആസ് കൂളന്റ്. എന്തുകൊണ്ട് വണ്ടികളിലെ റേഡിയേറ്ററുകളിൽ വെള്ളം കൂളന്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നു? എന്തുകൊണ്ടായിരിക്കടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്.
കമ്പയർ ചെയ്തിട്ട് വേറെ നമ്മൾ ലിക്വിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഭയങ്കര കൂടുതലാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ 1 ഡിഗ്രി കൂട്ടണമെങ്കിൽ അത്രയും ടെമ്പറേച്ചർ അതിന് കൊടുക്കണം. സോ നമുക്ക് എന്താക്കുക, എഞ്ചിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യാനാണ് കൂളൻ്റ് വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളം 1 ഡിഗ്രി കൂട്ടണമെങ്കിൽ അത് അത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്യൂലേ. സോ മറ്റുള്ള ലിക്വിഡിനേക്കാളും ഇതിനെന്ത് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനാവും. സോ നമുക്ക് എന്ത് എഴുതടാ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് വെരി ഹൈ. സോ ഇറ്റ് ക്യാൻ അബ്സോർബ് മോർ ഹീറ്റ്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്കാവും. സോ പിന്നെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ആയിട്ട് ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരുപാട് പ്രോബ്ലംസ് വരും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താക്കണം ചെയ്ത് നോക്കണം. കാരണം ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വേറെ ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്ന രീതിക്ക് അവർ ക്വസ്റ്റ്യൻ തരും. സോ അങ്ങനെ നമ്മൾ മോർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ എക്സാം ടഫാക്കാൻ പോയല്ലേ, കൺസെപ്റ്റ് വിട്ട് അവർ ടഫാക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് ന്യൂമറിക്കൽസ് ഇടാൻ പറ്റും. സോ കൺസെപ്റ്റ് പഠിച്ച ഒരാൾക്ക് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ഇപ്പൊ ഞാൻ തന്നെ പറയുന്നത് കേൾക്കുക, ഇതെങ്ങനെയൊക്കെ മാറ്റി ചോദിക്കാം. എങ്ങനെ 2 ബീക്കർ ഉണ്ട്, ഈ 2 ബീക്കറിലും എന്തുണ്ട്, 2 ലിക്വിഡ് ഉണ്ട്. ലിക്വിഡ് എ എന്ന് പറഞ്ഞതും ലിക്വിഡ് ബി എന്ന് പറയുന്നതും. ഇത് ഞാൻ എന്താക്കി, ഒരാളെ ദേഹത്ത് ഒരാളെ 2 കൈമേലായിട്ട് ഒഴിച്ച്, ഇക്കൈമേൽ എ എന്ന് പറഞ്ഞ ലിക്വിഡ് ഒഴിച്ച്, ഇക്കൈമേൽ ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഒഴിച്ച്. സോ ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഒഴിച്ച ഭാഗത്ത് കൂടുതൽ പൊള്ളലേറ്റു. സോ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്ന രീതിക്ക് ചോദിച്ചു. എ എന്ന് പറഞ്ഞ കയ്യിൽ ചോദിച്ചു, ബി എന്ന് പറഞ്ഞ കയ്യിൽ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതിന് ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഒഴിച്ചതിനാണ് കൂടുതൽ പൊള്ളലേറ്റത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. കാരണം എന്താ, അതിൻ്റെ ബീൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. സോ അതിൽ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അതെന്തായി കൂടുതൽ എന്താവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ആവും. കാരണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണല്ലോ. സോ 2 സെയിം ടെമ്പറേച്ചർ ആണെങ്കിലും അതിൻ്റെ ഹീറ്റ് കൂടുതൽ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. സോ ഹീറ്റ് എനർജി കൂടുതലാണ്. ഹീറ്റ് എനർജി കൂടിയാലല്ലേ അത് കൂടുതൽ ബേൺ അതിന് കൊടുക്കാനാവുക. സോ ബിക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അത് ഇറ്റ് ക്യാൻ അബ്സോർബ് മോർ ഹീറ്റ്. സോ ഇറ്റ് ക്യാൻ ഡു മോർ ബേൺ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പോലും നമ്മളെ കുട്ടികൾ എഴുതുമല്ലോ. ഒക്കെ പക്ക അല്ലേ. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ.